കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായ ഒരു പാട്ടുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശ്രുതിപ്പെട്ടി വെച്ചാണോ പാടിയെന്നൊക്കെ. അത് മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് ശ്രുതിപ്പെട്ടി ഓൺ ചെയ്തിട്ട് അങ്ങനെ പാടിയ പാട്ടാണ്. അത് ഭയങ്കരമായിട്ട് വൈറലായി, കമന്റുകളൊക്കെ ഒരുപാട് വന്നു ഇല്ലേ. പിന്നെ കൈതപ്പുറം സാറ് ബേബി സാറിന് മെസ്സേജ് അയച്ചു. പിന്നെ ഒരു സിനിമയിലേക്ക് പാടാൻ അവസരം കിട്ടി. അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കിട്ടി. അങ്ങനെ നമ്മുടെ ചെറുക്കൻ അങ്ങനെ ഹൈപ്പിലേക്ക് നിൽക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. ഈ ഓണം അടുത്തപ്പോഴത്തേക്ക് ഒരു ഭാഗ്യം നമ്മുടെ ഭാസ്കർ ലാലിന് തേടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഭാസ്കർ ലാലിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് അറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നത്. ഇപ്പം ഒരുപാട് പ്രോഗ്രാമൊക്കെ വിളിക്കുന്നുണ്ട്. നമ്മുടെ ഓണാഘോഷ പ്രോഗ്രാമൊക്കെ ഗസ്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ വിളിക്കുന്നത് അതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. നമ്മുടെ മൈനാപ്പള്ളിയിൽ നിന്നൊരു ഒരു താരം ഗസ്റ്റ് ആയിട്ട് പോവുക. മൈനാപ്പള്ളി ഇഷ്ടംപോലെ കലാകാരന്മാരുള്ള ഒരു സ്ഥലമാണ് മൈനാപ്പള്ളി. അപ്പം അറിയപ്പെടാതെ പോയ കുറെ കലാകാരന്മാരുണ്ട്. പക്ഷെ ഇപ്പോ ഇവിടെ നമ്മുടെ ബേബി സാറിന്റെ പേജ് വഴി വൈറലായിരിക്കുന്ന ഒരു താരമാണ് നമ്മുടെ ഭാസ്കർ ലാൽ. ആ പാട്ട് പാടിയപ്പോൾ ഒരുപാട് കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു. ഒരുപാട് ഓണത്തിന്റെ പ്രോഗ്രാമിലൊക്കെ പുള്ളിയാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബേബി സാറിനെ ട്രൂപ്പിന്റെ മാനേജറായിട്ട് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ട്? ഒക്കെ ദൈവാനിക്കട്ടെ. ആദ്യം പറ്റി ഇങ്ങനെ കയറി ഇങ്ങനെ ഇത് വൈറലാവാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. അതിന്റെ ഒരുപാട് സേവ് ചെയ്ത് ഷെയർ ചെയ്ത് അവർക്കൊരു ഇതിനും പ്രത്യേകിച്ച് പെവിന് നന്ദി. ഈ അവസരത്തിൽ പ്രേക്ഷകർക്കും പെവിനെ കാണുന്നുണ്ടെങ്കിൽ പെവിൻ സാറിന് നന്ദി അറിയിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു പാട്ട് കാണാൻ പറ്റുമോ? സംഗീതം നല്ലതായിട്ട് പഠിക്കുന്നുണ്ട്. സംഗീതം പഠിച്ചിട്ടുള്ളൂ, ഓക്കെ. പക്ഷെ സംഗീതം പഠിക്കാത്ത ഒരാള് ഇത്രയും വൃത്തിയായി പാടുക എന്ന് പറയുന്നത്, കൈതപ്പുറം വരെ മെസ്സേജ് അയക്കുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യം തന്നെയാണ്. ഒരു ഗായകൻ മാത്രമല്ല കേട്ടോ, ഒരു പാച്ച് വർക്കർ കൂടിയാണ്, ബോഡി വർക്കർ. അപ്പൊ പുള്ളിക്കാരൻ രാവിലെ വന്ന് പതിവില്ലാതെ വന്ന് ചായക്കട വന്നിട്ട് ചായയൊക്കെ കുടിച്ചിങ്ങനെ വിഷമത്തിലിരിക്കുന്ന സമയത്താണ് ഒരു തൂണൊക്കെ ചായ ചെയ്യുന്നതാണ്. പുള്ളി സിമ്പിളായിട്ടാണ് ആ പാട്ട് പാടിയത്. അത് ഭയങ്കര ഗംഭീരമായിട്ട് കയറി കത്തി അങ്ങ് പിടിച്ചു. അത് നമ്മുടെ മൈനാപ്പള്ളിക്കാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയായിരുന്നു. അത് നമുക്കിപ്പോ ഭയങ്കര അഭിമാനമുണ്ട് കേട്ടോ. നമ്മുടെ മൈനാപ്പള്ളിയിൽ നിന്ന് അങ്ങനെ ഒരു വീണ്ടും ഒരു ഗായകൻ അന്ന് ചായക്കടയിൽ നിന്ന് പാടിയ പാട്ടാണ് കേട്ടോ. അന്ന് പാടാം. ഗോപാംഗനേ ആത്മാവിലെ സുരമുരളിയിലൊഴുകും നിസ സഗമ പനി സഗ മനി സ പനി ഗമ ഗമ പനി സനി പമ ഗമ പഗ സഗമ പനി സഗ നിസ മഗ സഗ